ഇരുമുടിക്കെട്ടിനെ ദൈവമായി കണ്ടു തന്നെ കൊണ്ടുപോവുക. മറ്റ് അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന വ്യക്തികൾ നിങ്ങൾ കൊണ്ടുപോകുന്ന വളരെ ശ്രദ്ധയോടെ കണ്ടാൽ മനസ്സിലാവും. അതിന് ആ ഇരുമുടിക്കെട്ടിൽ ഹാരമിട്ട് ചന്ദനമിട്ട് അതിന് കർപ്പൂരമൊഴിഞ്ഞ് അതിനെ വളരെ വളരെ നല്ല രീതിയിലാണ് ആ കെട്ടിനെ ദൈവമായി കണ്ടു തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളും അതുപോലെ തന്നെ കൊണ്ടുപോവുക. പിന്നെ കെട്ടിരിക്കുന്ന സമയത്ത് പലയിടവും നമ്മൾ മലയ്ക്ക് പോകുമ്പോൾ തന്നെ കാണാറുണ്ട്, മൂത്ര വിസർജനമൊക്കെ ചെയ്യുമ്പോഴേക്കും കെട്ടും തലയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അതങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ വരുന്ന ആരെങ്കിലും കയ്യിൽ ഈ ഒരു കെട്ടിനെ ഏൽപ്പിച്ചതിന് ശേഷം പോയിട്ട് നമ്മൾ ദേഹശുദ്ധി വരുത്തി കാലെല്ലാം കഴുകിയതിന് ശേഷം മാത്രം കെട്ട് വാങ്ങിച്ച് വീണ്ടും തലയിൽ വെച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ ഇങ്ങനെ രീതിയിൽ, അതായത് വളരെ ഭക്തിപൂർവ്വം ഈശ്വരനായി കണ്ടു തന്നെ കെട്ടിനെ കൊണ്ടുപോയാൽ അത്രയ്ക്കും ഭക്തി മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും. നല്ല രീതിയിൽ നിങ്ങൾ ആ കെട്ടിനെ ദൈവമായി കണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. 16-മതായി ദക്ഷിണ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. പലർക്കും അറിയില്ല എപ്പോഴാണ്